ഹായ്, എല്ലാവർക്കും സ്പൈസ് ആൻഡ് ടൈംസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്യാബേജ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ക്യാബേജ് മെഴുക്കുവരട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മെഴുക്കുവരട്ടിക്കായിട്ട് നമ്മൾ കാബേജ്, അതേപോലെ 2 സവാള, പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുക. അതേപോലെ സവാളയും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്താൽ മതിയാകും. ക്യാബേജ് തോരൻ മാത്രം ഉണ്ടാക്കി കഴിക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഞ്ചി നമ്മൾ ഇതേപോലെ ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് അതിലേക്ക് കടുകും മുളകും വറുത്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഇടയ്ക്ക് നമുക്ക് തുറന്നു നോക്കി ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ 10-15 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഒരുപാടങ്ങ് ചുമക്കണമെന്നൊന്നും നിർബന്ധമില്ല. ചെറുകെ ഇങ്ങനെ ഒന്ന് കളർ മാറി വന്നാൽ മതി. ഇനി ഇത് അടച്ചു വെക്കേണ്ട കാര്യമില്ല. നമുക്ക് തുറന്ന് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഈർപ്പമൊക്കെ ചെറുകെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അതേപോലെ തേങ്ങ ഒരുപാട് ചുവന്നു പോവുകയോ വരണ്ട് പോവുകയോ ഒന്നും വേണ്ട. അല്ലാതെ തന്നെ ഇരിക്കുന്നതായിരിക്കും അതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് 5-10 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെച്ചിരിക്കുക. ഇപ്പം നമ്മുടെ ക്യാബേജ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത തവണ ക്യാബേജ് വാങ്ങുമ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.